ഇപ്പോൾ ഡോക്ടർമാരടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തിയ അടിസ്ഥാനത്തിൽ ഇത് പുലിയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഏകദേശം 8 വയസ്സോളം പ്രായമുള്ള ആൺപുലിയാണ് എന്നുള്ളതായിരുന്നു സ്ഥിരീകരണം. ഇതിന് തൊട്ടു പിന്നാലെ ഇന്ന് വൈകുന്നേരം 5 മണിയോടെയാണ് വനം വകുപ്പ് കൂട് സ്ഥാപിച്ചത്. പക്ഷേ കൂട് സ്ഥാപിച്ച് 4 മണിക്കൂർ തന്നെ ഇപ്പോൾ പുലി കൂട്ടിൽ കുടുങ്ങിയിരിക്കുന്നു. രാത്രി 9 മണിയോടെയാണ് ഇപ്പോൾ ഈ വനം വകുപ്പ് സ്ഥാപിച്ച, അഥവാ നേരത്തെ ഈ ആടുകളെ ആക്രമിച്ച അതേ സ്ഥലത്ത് തന്നെയാണ് വനം വകുപ്പ് കൂട് സ്ഥാപിച്ചത്. ആക്രമിച്ച് പകുതി വെച്ച് ഉപേക്ഷിച്ച് പോയ സാഹചര്യത്തിൽ ആൺപുലി വീണ്ടും വരുമെന്നൊരു പ്രതീക്ഷ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കും നാട്ടുകാർക്കും ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ അതേ സ്ഥലത്ത് തന്നെ കൂട് സ്ഥാപിക്കുകയും ചെയ്തത്. തുടർന്ന് രാത്രി 9 മണിയോടെ ഇപ്പോൾ ഈ കൂട്ടിൽ പുലി കുടുങ്ങുകയായിരുന്നു. അല്പസമയത്തിനകം തന്നെ പുലിയെ ഇവിടെ നിന്നും കൂടടക്കം ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും പുലിക്കില്ല എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. ആരോഗ്യസ്ഥിതി പരിശോധിച്ച ശേഷം ഇതിനെ ഉൾക്കാട്ടിലേക്ക് തുറന്നു വിടാനാണ് വനം വകുപ്പിൻ്റെ തീരുമാനം. എന്തായാലും ആളുകളുടെ ആശങ്ക അകന്നിരിക്കുന്നു. തൃക്കലങ്കോട് ആളുകളെ ഭീതിയിലാക്കിയ വലിയ തോതിൽ ആശങ്ക വിധിച്ചിരുന്നു. കയത്തിന് ഒക്കെ കയത്തിന്